വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു നാഴികക്കല്ലാവും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വരാനിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം പാലക്കാട് ജില്ലയിൽ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന ഭരണസമിതി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. നഗരസഭ തുടർഭരണമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിരവധി ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറുക തന്നെ ചെയ്യും. പാലക്കാട് ജില്ലയിൽ ഇന്നേ വരെ കാണാത്ത തരത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കരുത്ത് തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യം പാലക്കാട് ജില്ലയിൽ വളരെ കരുത്തുള്ള ഒരു സഖ്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നിരവധിയായ ഫോറത്തിലെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ 1-2 ദിവസത്തിനകം പാലക്കാട് നഗരസഭയുടേത് ഉൾപ്പെടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ബൂത്ത് തലം മുതൽ വാർഡ് തലം മുതൽ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും മണ്ഡല തലത്തിലുമെല്ലാം നിരവധി പ്രോസസ്സുകളിലൂടെ കടന്നു വന്ന് ജില്ലയിലും സഖ്യകക്ഷികളുമായിട്ട് എല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് 1-2 ദിവസത്തിനകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 90% പൂർത്തിയായി കഴിഞ്ഞു.